രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക, അതിന് നേതൃപരമായ പങ്കുവഹിക്കേണ്ട ആളുകൾ ഒരർത്ഥവും ഇല്ലാത്ത, ഒരു വസ്തുതയുടെ പിൻബലവും ഇല്ലാത്ത, അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം നിരർത്ഥകമായ പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് തന്നെ വലിയ മാനക്കേടാണ്. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് കാര്യഗൗരവമുള്ളവർ അദ്ദേഹത്തെ ഉപദേശിച്ച് നിയന്ത്രിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദം എന്ന് പറയുന്നത് ഈ 3 മുഖ്യന്മാർ അവരിതിനു വേണ്ടി ഉപദേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോ നിങ്ങൾ ഗൗരവപ്പെട്ടവരോ ഒന്നും ഒരു ദേശീയ നേതാവിൻ്റെ അന്തസ്സിന് നിരക്കുന്ന ഒരു പരാമർശമല്ല അത് എന്ന് അദ്ദേഹത്തോട് പറയണം. ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെടെ പല കേസിനകത്തും കോൺഗ്രസ് നേതാക്കന്മാരെ ചോദ്യം ചെയ്തു. പല ആരോപണങ്ങളും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായി. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സാമാന്യ ബോധം പ്രതികരണം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് വലിയ നേതാക്കന്മാരാകുമ്പോൾ കാണിക്കേണ്ടതാണ്. അതുണ്ടായില്ല എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് നിയന്ത്രിക്കണം.